നമ്മുടെ കനക നമ്മുടെ ജലജയ്ക്കിട്ട് ഒരെണ്ണം പൊട്ടിക്കുകയാണ്, ചെപ്പക്കുറ്റിക്കിട്ട് കൊടുക്കുകയാണ് ഒരെണ്ണം. എന്തിനായിരിക്കും നമ്മുടെ കനക നമ്മുടെ ജലജയ്ക്കിട്ട് ഒരെണ്ണം പൊട്ടിച്ചത് എന്നൊക്കെ അറിയണ്ടേ? അപ്പോൾ അതൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ജലജ ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അഭി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അഭി ചോദിക്കുകയാണ്, അമ്മേ എന്താ അമ്മേ? എടാ അഭി, എല്ലാം കുളം ആയടാ, ഇനി പ്രത്യേകിച്ച് കുളം ആവാനായിട്ടൊന്നുമില്ല. എന്താ അമ്മേ എന്താ? എടാ, ഞാൻ ആ മാല ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ആ നയനേന്ന് പറയുന്നോള് കണ്ടെടുത്തടാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? അവളുടെ കയ്യിലുണ്ടായിരുന്നു ആ മാല, അവളെല്ലാം മൊബൈലിൽ പിടിച്ചെടുത്തടാ. ഇനിയിപ്പോൾ എൻ്റെ കാര്യം പോക്കാം. ഇനി അവൾ അത് വെച്ചിട്ടായിരിക്കും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അഭി പറയണേ, എൻ്റെ അമ്മ എന്താ എന്നോട് പറഞ്ഞത്? അമ്മ ഭയങ്കര ബുദ്ധിമതിയാണെന്നാണല്ലോ. ഇനിയെങ്കിലും അമ്മ ഒന്ന് മനസ്സിലാക്ക്. അമ്മയുടെ ബുദ്ധി തന്നെയാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലും ഇതുപോലെ പരാജയമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ദേ അഭി, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് നീ. എന്താ അമ്മയെ പറഞ്ഞാൽ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ അഭി. അപ്പോൾ ഉടനെ നമ്മുടെ ജലജ പറയണം, എടാ ആദർശും അനിയും ഉണ്ടല്ലോ, അവര് വിനയം കൊണ്ടും സൽസ്വഭാവം കൊണ്ടുമാണ് മുത്തശ്ശൻ്റെ മനസ്സിലേക്ക് കയറി പറ്റിയത്. എന്നാൽ നീയോ, നിനക്കതിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അഭി പറയണ്, ഓ എന്നെ കൊണ്ട് അതിനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല, ഇനി വിനയം കാണിക്കാൻ പോണ്. അപ്പോൾ ഉടനെ ജലജ പറയണ, എടാ അങ്ങനെയല്ല, നീ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ മനസ്സിലേക്ക് ഇടം നേടണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ അമ്മേ, അതൊന്നും ഇനി നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്തുകൊണ്ടാണ് നടക്കാത്തത്? എടാ, ഇങ്ങനെ പോവുകയാണെങ്കിലുണ്ടല്ലോ എൻ്റെ 2 പെൺമക്കൾക്ക് നല്ല ഭാവി ജീവിതം ഉണ്ടാവുമെന്ന് പോലും എനിക്കിപ്പോൾ സംശയമാണ്. അപ്പോൾ ഉടനെ അഭി പറയണേ, എൻ്റെ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും മൂർത്തീസ് ജ്വല്ലറിയുടെ പേരിൽ വലിയൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ, നമ്മളൊക്കെ ട്രസ്റ്റിൻ്റെ അംഗമല്ലേ, അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. എടാ, അതിൽ നിന്നൊക്കെ എന്നെ എപ്പോഴും വേണമെങ്കിലും നമ്മളെ എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാ അമ്മേ? എടാ, ഈ ഞാനെന്ന് പറയുന്നതേ ഇവിടെ വെറും പുറംപോക്കാടാ. അതേക്കുറിച്ച് നിനക്കൊന്നും അറിയാഞ്ഞിട്ടാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇവിടുത്തെ അച്ഛനും അമ്മയും എന്നെ എടുത്തു വളർത്തിയതാ, ഞാനല്ലാണ്ട് അവരുടെ മകളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് സമയം വേണമെങ്കിലും നമ്മളെ ഈ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ട്രസ്റ്റിൽ നിന്നോ എടുത്ത് കളയാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം പറയണ, എടാ, ഈ കുടുംബത്തിൽ വന്നു കയറിയ 2 മരുമക്കളില്ലേ, അവളുമാരുടെ കാര്യമൊക്കെ പിന്നെ പറയാതിരിക്കല്ലേ നല്ലത്. ദേ ഇപ്പോൾ അവളുമാരുടെ അമ്മ കൂടിയാണ് ഇവിടെ കിടന്ന് വിളയാടുന്നത്. അതുമാത്രമല്ല, ഇപ്പം എടുപ്പത് പൊന്നും പണവും കൊണ്ട് ദേ ഒരു 3ാമതൊരുത്തിയും കൂടി ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കുകയാണ്. അവളും കൂടി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ എൻ്റെ കാര്യം പോക്കാ. എൻ്റെ മാത്രമല്ല നിൻ്റെയും കാര്യം പോക്കാണ് എന്നിങ്ങനെ പറയുകയാണ്. അതുമാത്രമല്ല, എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ, അവൾ ഏത് നേരവും പറയുന്നത് ദേ ഈ 3ാമത് വരുന്ന ഒരുത്തിയെക്കുറിച്ചുള്ള പുകഴ്ത്തലാ. അവളാണ് ഈ കുടുംബത്തിലെ ഇനിയുള്ള മരുമകൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അവൾ നമ്മളെ അത്ര വിലയൊന്നും വെക്കുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ അഭി പറയണം, അമ്മേ അങ്ങനെ എനിക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങനെയെങ്കിലും സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഇതൊന്ന് ഈ സ്വത്തും ഈ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് പാർട്ടീഷൻ ചെയ്യിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ജലജ പറയണ, എടാ നിർത്ത്, നീ എന്ത് മണ്ടത്തര അഭി ഈ പറയുന്നത്, വെറുതെ ഇരിക്കടാ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ജലജ പറയാണ്, എടാ ഒരിക്കൽ പാർട്ടീഷൻ ചെയ്യാനായിട്ട് തുടങ്ങിയതിൻ്റെ കാര്യമൊക്കെ നിനക്കറിയാമല്ലോ. ഒടുവിൽ എഴുതി കെട്ടി വന്നപ്പോൾ എന്തുവാണ്, ഈ വീട് പോലും അനിക്ക് വേണ്ടിയിട്ടാ നീക്കി വെച്ചത് അച്ഛൻ. നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പോഴേ അത് ബുദ്ധിയൊന്നും അല്ല, പിന്നീട് കിടക്കാടം പോലും ഇല്ലാത്തൊരവസ്ഥയായി പോകും നമുക്ക്. അതുകൊണ്ടേ തൽക്കാലം നമുക്ക് പാർട്ടീഷൻ ചെയ്ത് മാറിയൊന്നും വേണ്ട, നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ തമ്മിൽ തല്ലിക്കാം. അങ്ങനെ തമ്മിൽ തല്ലി എല്ലാ എണ്ണവും പിരിഞ്ഞു പോട്ടെ, എന്നാൽ മാത്രമേ നമുക്കിവിടെ നിലനിൽപ്പുള്ളൂ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ അഭി പറയാണ്, അമ്മേ അങ്ങനെ നമ്മൾ തമ്മിൽ തല്ലിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വല്ലതും നടക്കുമോ? എടാ, അത് നടക്കണം. ഞാൻ ഈ വീട്ടിലെ പുറമ്പോക്കാണെന്നുള്ള കാര്യം, അതായത് ഈ കുടുംബത്തിലെ അച്ഛൻ്റെ അമ്മയുടെ മകളല്ല എന്നുള്ള കാര്യമേ നിന്റെ ഭാര്യയ്ക്കും നയനയെന്ന് പറയുന്നവൾക്കും അവളുടെ അമ്മ എന്ന് പറയുന്നവൾക്കും ഇതുവരെ അറിയില്ല. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അവർക്കൊന്നും ഇതൊന്നും അറിയാതിരിക്കുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെയും നിൻ്റെയൊക്കെ ഭാഗ്യം. അത് വല്ലത് ഇവളുമാരെ അറിഞ്ഞാലുണ്ടല്ലോ നമ്മളെ എപ്പോഴേ തൂത്തെറിയുമെന്നുള്ള കാര്യത്തിലെ ഒരു സംശയവും വേണ്ട. അതേസമയം ഉണ്ടല്ലോ എൻ്റെ ഏട്ടത്തി എന്ന് പറഞ്ഞോള് ഇവിടെ
കാലെടുത്ത് കുത്തി വന്ന സമയത്തുണ്ടല്ലോ അവൾക്ക് അറിയാമായിരുന്നു ഞാൻ ഈ കുടുംബത്തിലേതല്ലെന്ന്. അവളെ കാട്ടിക്കൂട്ടിയ പരാക്രമത്തിനൊന്നും കയ്യും കണക്കും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അവളങ്ങ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. നിന്നിട്ട് ഓരോരുത്തരെയായിട്ട് തമ്മിലടുപ്പിച്ച് ഇവിടെ നിന്നും അകറ്റണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അഭി പറയണം, അമ്മേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഉടനെ തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജലജ പറയണം, എടാ അല്ലെങ്കിലുണ്ടല്ലോ ഇത് പാർട്ടീഷൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും പോവും. നമ്മൾ പിന്നെ ഒന്നുമില്ലാതെ വെറും കൈയോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ നമ്മുടെ അഭി പറയാണ്, അമ്മേ അങ്ങനെ ഇവിടെ നിന്ന് ഒന്നും ഇല്ലാണ്ട് ഇറങ്ങി പോകേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്തുണ്ടല്ലോ ഇത്രയും വലിയ ഈ ഒരു വീടിന് തീയിട്ടിട്ട് ഇതിനകത്ത് കിടന്നങ്ങ് ചാവും. എല്ലാം ചത്ത് തൊലയട്ടെ, അല്ലാതെ ഒരാൾക്കുമായിട്ട് ഞാൻ ഇവിടെ ഇതൊന്നും വിട്ടുകൊടുക്കില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ അഭി പറയുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ അനി ഇങ്ങനെ ഇരിക്കുകയാണ്. അനി ആകെ എന്താ പറയുന്നത്, ഒരു ചുറുചുറുക്കൊന്നും ഇല്ലാതെ പുള്ളിക്കാരൻ ചത്ത് കുത്തിയണക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയന ചായയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. ചായ കൊണ്ട് കൊടുത്തിട്ട് പറയണേ, എന്താ അനി നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല ഏട്ടത്തി. സത്യം പറഞ്ഞാൽ ഇന്നലെ ആ മാല നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് നല്ല സന്തോഷം തോന്നിയല്ലേ? ഏയ് എന്നാരാ പറഞ്ഞത് ഏട്ടത്തിയോട്? നിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത്. അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞത്? അല്ല, ആ മാല നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അച്ഛനും അമ്മയും കൂടിയൊക്കെ പ്രശ്നം വെച്ചൊക്കെ നോക്കിയും പിന്നീട് അവർ വീണ്ടും ഈ വിവാഹം നടക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒന്നുകൂടി ഒന്ന് ആലോചിക്കൂലേ? അപ്പോൾ ആ ഒരു രീതിയിൽ നീ ചിന്തിച്ചപ്പോൾ നിനക്ക് സന്തോഷം തോന്നിക്കാണെന്നാണ് ഞാൻ കരുതിയത്. നിന്റെ മുഖം കണ്ടാലും അങ്ങനെ തന്നെയായിരുന്നു പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം കരുതിയതേ നീ ആയിരിക്കും ഇത് അടിച്ചു മാറ്റി വെച്ചതെന്നാണ്. അപ്പോൾ ഉടനെ അനി പറയണേ, ഏയ് ഞാൻ അങ്ങനെ ചെയ്യുമോ ഏട്ടത്തി? സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് അനാമികയോട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അത് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എന്ന് കരുതിയിട്ട് ദൈവനിന്ദ ഞാൻ ഒരിക്കലും ചെയ്യില്ല ഏട്ടത്തി. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. പിന്നീടുണ്ടല്ലോ നിനക്കറിയാലോ അനി, നീ ഇങ്ങനെ മൂടിക്കെട്ടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ വേറെ ചിലരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ കാര്യങ്ങൾ നിനക്കറിയാലോ. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും ഈ മാല കാണാതായിരുന്ന സമയത്ത് ഈ വിവാഹം മുടങ്ങണം എന്ന് ആഗ്രഹിച്ച ചിലരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നിനക്ക് അത് മനസ്സിലായിട്ടുണ്ടാവോ? അപ്പോൾ ഉടനെ അനി പറയണ, അതെനിക്കറിയാം, അപ്പച്ചിയുടെ കാര്യമല്ലേ പറയുന്നത്. അത് തന്നെ ഞാനും പറഞ്ഞത്. പക്ഷേ അവർക്കൊക്കെ ഈ വിവാഹം നല്ല രീതിയിൽ നടക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. നീ ഇങ്ങനെ മടി പിടിച്ച കണക്ക് ഇങ്ങനെ ഒരു താല്പര്യമില്ലാത്തത് കണക്കൊക്കെ മാറിയിരുന്നാലുണ്ടല്ലോ അവരതീ പിടിച്ചങ്ങ് തൂങ്ങും. പിന്നീട് മുത്തശ്ശൻ്റെ കാര്യമാണെങ്കിൽ നിനക്കറിയാലോ. ഇപ്പോഴാണെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു രോഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുവിധം കരകയറി വരുന്നൊരു സമയമാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശന് ഒരുപാട് വിഷമം കൊടുക്കരുത്, ഒരുപാട് ടെൻഷൻ അടിപ്പിക്കല് മുത്തശ്ശനെ. അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ ഈ ചടഞ്ഞുകൂടി ഇരിക്കാതെ നീ നല്ല ഉന്മേഷത്തോടു കൂടി പെരുമാറഞ്ഞി. അതുമാത്രമല്ല നീ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും അത് വിഷമാവും. ഇപ്പം തന്നെ ആദർശേട്ട ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ വിവാഹത്തോട് താല്പര്യമില്ലാത്തത്, നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തിരക്കുന്നുണ്ട്. അതുമാത്രമല്ല നിനക്കൊരു കാര്യം കേൾക്കണോ, ഇടയ്ക്ക് വെച്ച് ഇവിടെ വിത്ത് കിളിർക്കാനായിട്ട് നെൽമണികൾ കിളിർക്കാനായിട്ട് പൂജാമുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് നെൽമണി ഒറ്റൊരെണ്ണം പോലും കിളിർത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആരോ എന്തൊക്കെയോ കൃത്രിമം കാണിച്ചു. മിക്കവാറും അത് അപ്പച്ചി തന്നെ ആവാനാണ് സാധ്യത. അത് ഒറ്റെണ്ണം കിളിർക്കാതിരുന്നു. പിന്നീട് ഞാൻ ആരും കാണാതെ രാത്രിയിൽ കിളിർത്ത നെൽമണി ഉണ്ടോയെന്ന് അതിനകത്ത് വെക്കുക ചെയ്തത്, നെൽച്ചെടി ഉണ്ടോയെന്ന് വെക്കുക ചെയ്തത് എന്ന് പറയണം. ഈ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് മോനെ ഈ കുടുംബത്തിൽ തന്നെ. അതുകൊണ്ട് നീ അവർക്കൊന്നും അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഈ വിവാഹം നടന്നേ പറ്റൂ. കാരണം കൊടുത്ത വാക്ക് പാലിക്കാതിരുന്നാൽ മുത്തശ്ശൻ അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുമാത്രമല്ല നീ എല്ലാവരുടെ അടുത്തും പോയി വിവാഹമൊക്കെ പറയണം, എല്ലാവരെയും വിവാഹം വിളിക്കണം. പിന്നെ അനാമികയെ ഇടയ്ക്കിടയ്ക്ക് നീ ഫോൺ വിളിക്കണം. നിനക്ക് അവളെ കാണാൻ പറ്റുമെങ്കിൽ പോയി കാണുകയൊക്കെ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവളുടെ മനസ്സിൽ നന്ദുവിനെ കുറിച്ചിട്ടുള്ള തെറ്റായ ചിന്തകളൊക്കെ മാറിപ്പോകത്തുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ പിന്നീട് അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും. അതുമാത്രമല്ല നന്ദുവിന് പിന്നെ ഈ കുടുംബത്തേക്ക് കയറി വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും.
അതിനുള്ള അവസരം നീയായിട്ട് ഇട്ട് കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ നീ അനാമികയോട് കഴിവതും നന്ദു നിൻ്റെ വെറും ഒരു ഫ്രണ്ടാണെന്നുള്ളത് അവളുടെ മനസ്സിലേക്ക് കയറണം. അതിനു വേണ്ടിയിട്ട് നീ അവളെയും കൊണ്ട് കറങ്ങാനും എല്ലാത്തിനും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. നമ്മുടെ അനിയെ നന്നായിട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ് നമ്മുടെ നയന. അപ്പോൾ അത് കേട്ടിട്ടാണ് അനി പറയാണ്, ആ ഏട്ടത്തി ഞാൻ ശ്രമിക്കാം ഏട്ടത്തി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയണേ, നീ ശ്രമിച്ചാൽ മാത്രം പോരാ, ശ്രമിച്ചാൽ മാത്രം പോരാ, ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നവ്യയും നയനയും കൂടിയാണ്. അവരാണെങ്കിൽ ഈ മാല നഷ്ടപ്പെട്ടത് അത് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ അവർ സംസാരിക്കുകയാണ്. മാറി നിന്നിട്ട് നയനയും നവ്യയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ നവ്യ പറയാണ്, എന്തിനാ നയനെ നീ ഇത് ഇടപെട്ടിട്ട് നീ അവരെ ആ സ്ത്രീയെ രക്ഷിക്കാനായിട്ട് നിന്നത്? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അന്നേരം അവർ കാണിച്ച കള്ളത്തരം മുത്തശ്ശി അറിയിക്കായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എങ്കിൽ അവർക്കതൊരു പാഠമായിരുന്നേനെ എന്ന് പറയണം. അപ്പോൾ നയന പറയണം, വേണ്ട ചേച്ചി, ഇനി ഒരു അവസരം വരും, അപ്പോൾ നമുക്കത് ചെയ്യാം, അല്ലാതെ ഇനിയിപ്പോൾ ഇത് ഒന്നിനും പോവണ്ട എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ നവ്യ പറയണേ, നയനെ നീ എല്ലാത്തിൽ നിന്നും ഇങ്ങനെ പിൻവാങ്ങി നിൽക്കുന്നത് തന്നെയാണ് എല്ലാത്തിനും കാരണം. അത് അവരെ കൂടുതൽ ഇതുപോലെയുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപകരിക്കത്തുള്ളൂ. അവർക്ക് കഴിവതും അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം വീണ് കിട്ടിയാൽ തന്നെ അവരതെടുത്ത് വലിയ കാര്യമാക്കിയിട്ട് നമ്മളെ ദ്രോഹിക്കാനായിട്ട് മാത്രം ഇറങ്ങിയിരിക്കുന്ന ഒരാളാണ് അവർ. പക്ഷേ ഇപ്പോൾ അവരൊന്നും മിണ്ടാതിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നമ്മളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ദ്രോഹിക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, ഈ ഒരു സംഭവം നമ്മൾ ഒളിപ്പിച്ച് വെക്കാനേ പാടില്ലായിരുന്നു നയനെ. കാര്യം അവരിത് നമ്മുടെ അമ്മയുടെ ബാഗിൽ മനഃപൂർവ്വം ആണ് ഈ ഒരു മാല കൊണ്ടുവച്ചത്. അപ്പോൾ നമ്മുടെ അമ്മ എല്ലാവരുടെയും മുന്നിൽ കള്ളിയാകേണ്ടി വന്നാനെ. അപ്പോൾ അത് നമ്മളെയും ബാധിച്ചാനെ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ 3 പേര് ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നേനെ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആ സ്ത്രീ ഈ വീട്ടിലുള്ളിടത്തോളം കാലം എൻ്റെയും നിൻ്റെയും ഒന്നും ഈ വീട്ടിലെ ജീവിതം സുരക്ഷിതത്വം നിറഞ്ഞതല്ല. ഏത് നിമിഷവും നമുക്ക് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് അവരെ ഒന്ന് ഒതുക്കേണ്ടത് ആവശ്യമാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയാണ്, വേണ്ട ചേച്ചി, എന്തായാലും ഇത്തവണത്തേക്ക് വിട്ടേക്കാം, ഇനി എന്തെങ്കിലും ആവുന്നെങ്കിൽ അപ്പോൾ നോക്കാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് മാറി നിൽക്കുകയാണ് നമ്മുടെ കനക. ഇതെല്ലാം കേൾക്കുകയാണ്. അപ്പോൾ കനക അങ്ങോട്ടേക്ക് വരികയാണ്, എൻ്റെ മക്കളെ, നിങ്ങൾ എന്താ പറഞ്ഞത്? മനഃപൂർവ്വം അവൾ എൻ്റെ ബാഗിൽ കൊണ്ട് വെച്ചതാണെന്നോ? അപ്പോൾ ഉടനെ തന്നെ നവ്യ പറയണ, അതേ അമ്മേ, ദേ ഇവളോട് ഞാൻ പറഞ്ഞതാണ്, അത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാമെന്ന്. പക്ഷേ ഇവളാണ് അന്നേരം സമ്മതിക്കാഞ്ഞത്. എൻ്റെ മോളെ, എന്നാലും ഇവൾ ഇത്രയും ദുഷ്ടത്തെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈശ്വര, എല്ലാവരുടെയും മുന്നിൽ ഞാൻ ആയാനേയല്ലോ. എൻ്റെ ആ ബാഗാണെങ്കിൽ എൻ്റെ ശുദ്ധഗതി കൊണ്ട് ഞാൻ അവരുടെ മുമ്പിൽ എല്ലാവരുടെയും മുന്നിൽ പരിശോധിക്കാനായിട്ട് ഇട്ടും കൊടുത്തു. ആ ബാഗിൽ നിന്നാങ്ങാനും ആ ആഭരണം കണ്ടുപിടിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, ആദർശ് മോൻ്റെയും മുത്തച്ഛൻ്റെയും മുത്തശ്ശീരെയും എന്തിന് ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെട്ട് പോയാനേല്ലോ. ഒന്നത് മോളെ, മോക്ക് തന്നെ അറിയാലോ, അമ്മയുടെ പിറന്നാളിനോ ഓണത്തിനോ എന്തെങ്കിലും വിശേഷ ദിവസം നിങ്ങളുടെ അച്ഛൻ എനിക്ക് ഒരു തരി പൊന്നു കൊണ്ട് തന്നാലും ഞാൻ അവിടെ വഴക്കുണ്ടാക്കുമെന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കടക്കാർക്ക് കൊടുക്കാം, കടം തീർത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോടാണോ ഇങ്ങനെയുള്ള ദ്രോഹമൊക്കെ അവൾ ചെയ്തത്? അപ്പോൾ ഉടനെ നമ്മുടെ നവ്യ പറയണം, അമ്മേ, അവരെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ഒക്കില്ല അമ്മേ. ദേ, അമ്മ അവരുടെ മുറിയിലല്ലേ കിടക്കുന്നത്, രാത്രിയിൽ കഴുത്ത് നോക്കി പിരിച്ചെടുക്കണം, അങ്ങനെ വേണം അവരോട് ചെയ്യാനായിട്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നയന പറയണേ, ചേച്ചി എന്താടി ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കഴുത്ത് ഞെരിച്ച് പിടിക്കണം. സത്യം പറഞ്ഞാലുണ്ടല്ലോ നയനെ, നിന്റെ അമ്മായിയമ്മ ഏത് നേരവും പറയുന്നുണ്ടല്ലോ, നമ്മളെല്ലാം മരുമക്കൾ, ഇനി വരാനിരിക്കുന്ന ഒരുത്തിയാണ് ഈ കുടുംബത്തിലെ മരുമക്കളെന്ന്. നമുക്ക് എന്താടി കുഴപ്പം? നമ്മൾ ഈ കുടുംബത്തിലെ മരുമക്കൾ തന്നെയാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നീ അവരോട് ഒന്നും തിരികെ പറയാത്തതിൻ്റെ സകല കുഴപ്പങ്ങളും ഉണ്ട് അവർക്ക്. അതേസമയം എൻ്റെ അമ്മായിയോടും ഭർത്താവിനോടൊക്കെ ഞാൻ പറയേണ്ട സമയത്ത് എന്നെ പറയുന്നുണ്ട്. പക്ഷെ നീ അത് ചെയ്യുന്നില്ലല്ലോ, അത് തന്നെയാണ് നിൻ്റെ കുഴപ്പം. അപ്പോൾ ഉടനെ തന്നെ നയന പറയണം, അത് ചേച്ചി, എനിക്ക് ആദർശേട്ടൻ്റെ അമ്മയോട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ആദർശേട്ടന് അത് നല്ല സങ്കടമാവും. ആദർശേട്ടനെ വിഷമിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനതൊന്നും കണക്കാക്കാത്തത്. പിന്നെ എന്നാലേ നമ്മൾ 2 പേരും ഈ കുടുംബത്തിൻ്റെ മരുമക്കൾ തന്നെയാണ്. നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ വന്ന വഴിയൊന്നും ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഈ പറയുന്ന അനാമികയെന്ന് പറയുന്നോളുണ്ടല്ലോ, നിന്റെ അമ്മായിയമ്മ ഈ കുടുംബത്തിലുള്ള എല്ലാവരും എടുത്ത് തലയിലായിരിക്കും വെച്ചിരിക്കുന്നത്. പക്ഷേ അവൾ ഇത്തിരി ഒരു അഹങ്കാരിയാണ്. പിന്നെ അവൾ ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്കിതുവരെയും തോന്നിയിട്ടില്ല.
പിന്നെ അവൾ ഈ കുടുംബത്ത് വന്നാലും എന്നെ ആവശ്യമില്ലാതെ ഭരിക്കാനൊക്കെ വന്നാലുണ്ടല്ലോ ഞാൻ ഒട്ടും വിട്ടുകൊടുക്കില്ല, ഞാൻ നല്ല രീതിയിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ നവ്യ പറയുകയാണ്. നവ്യ ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ കനക പറയാണ്, എൻ്റെ മക്കളെ എന്നാലും ആ ജലജ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, അതിനാവട്ടെ ഞാൻ നമുക്ക് വച്ചിട്ടുണ്ട് അവൾക്ക് എന്നും പറഞ്ഞിട്ട് നമ്മുടെ കനക കയറി പോവുകയാണ്. അതേസമയം പിന്നീട് കാണിക്കുന്നത് രാത്രിയാണ്. നമ്മുടെ ജലജ മുറിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് ചെയ്യുന്നത് നമ്മുടെ ജലജ? നേരെ കയ്യിലൊരു വയനൊക്കെ ആയിട്ട് ഇങ്ങനെ കുടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്ക് ഡോറ് തുറന്നിട്ട് അകത്തേക്ക് വരികയാണ് നമ്മുടെ കനക വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പറയും പോലെ ജലജയുടെ കയ്യിൽ ഇങ്ങനെ വൈനിരിക്കുകയാണ്. അപ്പം ചെന്നിട്ട് ചോദിക്കണം, അല്ല അതെന്താ കയ്യിലിരിക്കുന്നത്? അപ്പോൾ ഉടനെ തന്നെ ജലജ പറയാണ്, ഇത് ആപ്പിളും ബീട്രൂട്ടും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ജ്യൂസാണ് എന്ന് പറയണം. ആണോ, എനിക്കും കൂടി തരോ? തരാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അപ്പം തന്നെ മേടിക്കുകയാണ് നമ്മുടെ കനക മേടിക്കുകയാണ്. എന്നിട്ട് കനക അത് കുടുകൂടാന്ന് പറഞ്ഞ് കുടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജലജ. എന്നിട്ട് ജലജ പറയാണ്, മതി ഇനി കുടിക്കണ്ട, അത്രയൊക്കെ മതി, ഇനി കൂടുതൽ കുടിച്ചാലുണ്ടല്ലോ നീ അതിവിടെ തറയിൽ തന്നെ ഒഴിക്കേണ്ടി വരും. അപ്പോൾ പറയണേ, അതായത് ഛർദ്ദിക്കുന്ന അറിയണേ. അപ്പം തന്നെ കനക പറയണേ, അങ്ങനെ ഞാൻ തറയിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നീ അവിടെ ഇരുന്നങ്ങ് കോരിയാൽ മതി എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ കനക അങ്ങ് കുടിക്കുകയാണ്. കുറേ അങ്ങ് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ജലജ പറയണത്, മതി ഇനി നീ കുടിക്കേണ്ട ആ ജ്യൂസ്, ഇനി നീ കുടിച്ചാലുണ്ടല്ലോ കുഴപ്പമാണ്. എന്ത് കുഴപ്പമാടി? ഒരു കുഴപ്പമില്ല, ഞാൻ കുടിക്കും എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരത്ത് ഭയങ്കര ഫിറ്റായിരിക്കുകയാണ്. ഭയങ്കര ഫിറ്റ്, ഒടുക്കത്തെ ഫിറ്റ്. അപ്പോൾ പറയാണ്, ഞാൻ കുടിക്കും, എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. എന്നിട്ട് പറയണേ, നീ ഇന്ന് എന്ത് പണിയാടി കാണിച്ചത്? നീ മാല അടിച്ചു മാറ്റി എൻ്റെ ബാഗിൽ കൊണ്ടുവച്ചല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ജലജ പറയണേ, ഞാനോ? പിന്നല്ലാതെ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചല്ലേ? എൻ്റെ പെമ്മക്കൾ എന്നോട് അതൊന്നും പറഞ്ഞില്ല കേട്ടോ. പക്ഷേ അവർ പറയുന്നത് ഞാൻ കേട്ടു വന്നു. എൻ്റെ മോള് നയന ആയതുകൊണ്ടുണ്ടല്ലോ ഇവിടെ ആരെയും അത് അറിയിക്കാതെ വെച്ചിരിക്കുക. ഇതിനെ നിനക്ക് നല്ലൊരു പണി ഞാൻ തരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അഴകുഴഞ്ച മട്ടിലാണ് ആകെ കനക സംസാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജലജ പറയാണ്, ഞാൻ അത് പിന്നെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ജലജ. അപ്പോൾ ഉടനെ തന്നെ ജലജയ്ക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. ഇവള് മദ്യപിച്ചുകൊണ്ട് സംസാരിക്കുന്നതെല്ലാം മൊബൈലിൽ പകർത്താം, എന്നിട്ട് ഇവള് തീരെ സംസ്കാരം ഇല്ലാത്തവളാണ്, ഇവള് മദ്യപാനിയാണെന്നുള്ളത് വരുത്തി തീർക്കാം, എന്നിട്ട് ഇത് അച്ഛനെ കൊണ്ടൊന്ന് കാണിക്കാം, ഇവളെ ഇന്ന് തന്നെ ഈ മുറിയിൽ നിന്ന് അടിച്ച് പുറത്ത് ചാടിക്കും എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് കനക പിടിച്ചിങ്ങ് പറിക്കുകയാണ്. മൊബൈൽ ഇങ്ങ് പിടിച്ച് പറിച്ച് കക്ഷത്തങ്ങ് വെക്കുകയാണ്. എന്നിട്ട് പറയണേ, നീ എന്താടി വിചാരിച്ചത്? മൊബൈൽ എടുത്തിട്ട് നീ എന്നെ വീഡിയോ എടുക്കുമെന്നോ? എടുക്കടി എന്നും പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. എന്നിട്ടുണ്ടല്ലോ നമ്മുടെ ജലജയുടെ ചെപ്പ കുറ്റിക്കിട്ട് ഒരെണ്ണം അങ്ങ് പൊട്ടിക്കുകയാണ് നമ്മുടെ കനക. അടിയുണ്ട് ഇങ്ങനെ ആയി പോവുകയാണ് നമ്മുടെ ജലജ. അങ്ങനെ ഒരടി അങ്ങ് പൊട്ടിക്കുകയാണ്. എന്നിട്ട് പറയണേ, അപ്പോൾ ഉടനെ ജലജ ചോദിക്കുന്നത്, നീ എന്നെ തല്ലിയോ? തല്ലോടി. എന്നെ എടിയെന്ന് വിളിച്ചോ? പിന്നെ നിന്നെ എടിയെന്നല്ലാതെ എന്ത് വിളിക്കാനാടി? കിടയടി അങ്ങോട്ട് കയറി. അപ്പോൾ ഉടനെ ജലജ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, കയറി കിടക്കടി ഇവിടെ. അപ്പോൾ പെട്ടെന്ന് പേടിച്ചു പോയി, അടുത്ത അടി കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. എന്നാലും പുള്ളിക്കാരത്തി ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കനക ചെന്ന് ഡോർ അങ്ങ് അകത്തുനിന്ന് പൂട്ടി താക്കോലിങ് എടുത്തു. അപ്പോൾ ഉടനെ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് ജലജ. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ കനക പറയണം, കയറി കിടക്കടി അവിടെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ജലജ കയറി കിടക്കുമ്പോൾ പറയുന്നത്, തിരിഞ്ഞ് കിടക്കടി എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഉണ്ടല്ലോ ജലജ ഇങ്ങനെ പേടിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കനക പറയാണ്, നീ ചെന്ന് പറയുമല്ലേ എല്ലാവരുടെ അടുത്തും? ചെന്ന് പറയടി, ഞാൻ കള്ളു കുടിച്ചത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണോടി നീ മൊബൈലൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയത്? നിൻ്റെ മൊബൈൽ ഇനി എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് പുള്ളിക്കാരത്തി ചെന്നിട്ട് അപ്പുറത്തെ വശത്തൂടെ ചെന്നിട്ട് പുള്ളിക്കാരത്തിയും കൂടെ അങ്ങ് വീഴുകയാണ്, കട്ടിലിൽ അങ്ങ് വീഴുകയാണ്. കള്ളുകുപ്പിയല്ല, വൈനാണ്. വൈൻ മുഴുവനും കുടിച്ച് തീർത്തിട്ട് കനകയും കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെയാണ് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജലജ വരികയാണ്. അപ്പോൾ ആ സമയത്ത് കനക എണീച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് കാണുകയാണ് നമ്മുടെ ജലജ വരുന്നത്. അപ്പോൾ ജലജയെ കാണുമ്പോഴത്തേക്കാണ് പറയുന്നത്, നീ എണീച്ചായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയണേ, എവിടെയാടി എൻ്റെ മൊബൈല്? നീ ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിച്ചിട്ട് എന്തിയേ? നിൻ്റെ മൊബൈൽ എൻ്റെ കയ്യിലുണ്ട്, തരാം. ഞാൻ ആ മൊബൈൽ വാങ്ങിച്ചു വെച്ചതേ എനിക്കറിയായിരുന്നു നീ ഇതിൻ്റെ വീഡിയോ എടുക്കുമെന്നുള്ള അറിയാവുന്നതുകൊണ്ട് മേടിച്ച് വെച്ചതാ. നിൻ്റെ മൊബൈലേ എനിക്ക് വേണ്ട, അങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് കനക മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ജലജയ്ക്ക് കൊടുക്കുകയാണ്.
അപ്പോൾ അതിനുശേഷം പറയണേ, എടി നീ എന്നെപ്പറ്റി എന്താ വിചാരിച്ചിരുന്നത്? നീ ജ്യൂസാണെന്നും പറഞ്ഞിട്ടേ എൻ്റെ കയ്യിൽ ആ സംഭവം തന്നപ്പോഴേ എനിക്കറിയായിരുന്നു അത് വൈനാണെന്ന്. അതറിഞ്ഞിട്ട് തന്നെ അടി ഞാൻ കുടിച്ചത്. പിന്നെ നിനക്കിട്ട് ചെപ്പക്കിട്ട് 2 പൊട്ടിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ പച്ചയ്ക്ക് വന്ന് മുന്നിൽ നിന്നാലേ നിന്നെ പൊട്ടിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒരിത്തിരി അകത്താക്കിയത് തന്നെ. അപ്പോഴത്തെ എൻ്റെ ആ ഒരു ടെൻഷനും സംഭവങ്ങളെല്ലാം കൂടെ പുറത്തേക്ക് വന്നതുണ്ടല്ലോ, എനിക്ക് ശരിയായ രീതിയിൽ എൻ്റെ ദേഷ്യത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം തന്നെയാണ് ഞാനത് കുടിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ സമയത്താണെങ്കിൽ ജലജ പറയുകയാണ്, ഓ എനിക്കെല്ലാം മനസ്സിലായി, നീ എന്നെ മനഃപൂർവ്വമാണ് തല്ലിയെന്നുള്ള കാര്യമൊക്കെ എനിക്ക് അപ്പോഴേ മനസ്സിലായായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് വേണം, ഓ നാശം പിടിക്കാൻ ഏത് ശനി പിടിച്ച നേരത്താണോ എന്തോ നീ നിൻ്റെ മക്കളും ഇങ്ങോട്ടൊക്കെ വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ പറയണം, എടി നിൻ്റെ ഓരടവുകളും ഉണ്ടല്ലോ എൻ്റെ നയന മോളെടുത്ത് ചിലവാവത്തില്ല. നീ ഇനി എത്രയൊക്കെ അടവുകളും എടുത്തുകൊണ്ട് നടന്നാലും ഉണ്ടല്ലോ എൻ്റെ മോളുണ്ടല്ലോ നിന്നെ പൂ വീർത്ത് ദൂരോട്ട് എറിയുന്നത് പോലെ കളഞ്ഞു കളയും. അതുകൊണ്ടേ നീ നിൻ്റെ അടവുകളും കൊണ്ടേ എൻ്റെ പെൺമക്കളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കണ്ട കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ എപ്പിസോഡ് കഴിയുകയാണ്. എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ പത്തനംമാറ്റ സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി അമർത്താനും മറക്കരുത്. അതുപോലെ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.